ദാരിദ്ര്യം തുടച്ചു നീക്കണം. അത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സർക്കാരിന്റെ കണ്ണെത്തേണ്ട അനവധി ഇടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ തദ്ദേശ മന്ത്രിയുടെയും ശ്രദ്ധയിലേക്കാണ്. ആദ്യം നമ്മൾ പോകുന്നത് ധനമന്ത്രിയുടെ കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ശുചിമുറിയോ കെട്ടുറപ്പുള്ള വീടോ ഇല്ലാതെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന 9 കുടുംബങ്ങളുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ മണക്കാട് ഡിവിഷനിൽ കേവയൽ കൂനമ്പായിക്കുളം ഗോശാല റോഡ് അരികിലാണ് ഇവരുടെ കുടിൽ. വീടുകൾക്കായി ലൈഫ് പദ്ധതിയിലൂടെ പലതവണ അപേക്ഷിച്ചവരാണ്. പക്ഷേ അവഗണിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ കാട്ടിട്ട്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിദരിദ്രരല്ലാത്ത ചില ദരിദ്രരെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത്. കൊല്ലം മണക്കാട് എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ഈ സ്ഥലത്തെ ഒരു വീട്ടിലാണുള്ളത്. 4 പേർ താമസിക്കുന്ന വീടാണിത്. അടുക്കളയും കിടപ്പുമുറിയും എല്ലാം ചേർന്ന ഒരു ഷെഡ്, ഒരു അടച്ചുറപ്പുമില്ലാത്ത വീട്, 2 പെൺകുട്ടികൾ കഴിയുന്ന വീടാണിത്. നമുക്ക് ഈ വീട്ടിന്റെ ഉടമസ്ഥ രാജി നമ്മളോടൊപ്പം ചെയ്യുന്നു. എങ്ങനെയാണ് മഴ പെയ്താൽ ഇവിടേക്കൊക്കെ വെള്ളം കയറുമല്ലോ? മഴ പെയ്ത് കഴിഞ്ഞാൽ 4 സൈഡും വെള്ളവും, കൊച്ചുങ്ങളെയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. മഴ ഇത് വെള്ളം പറ്റുന്നവരെ ഞങ്ങൾ ഈ മേലിലാണ് കയറിയിരിക്കുന്നത്. പാചകം പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമുക്ക് കുളിക്കാൻ ബാത്റൂമില്ല. രാത്രി കുളിക്കുന്നത് തന്നെ 10 മണി കഴിഞ്ഞാണ് നമ്മളിവിടെ കുളിക്കുന്നത്. നമ്മളൊരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഞങ്ങൾക്കൊരു സഹായം കിട്ടുമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും രക്ഷപ്പെടുന്നത്. വെച്ചാൽ എനിക്ക് 2 പെൺപിള്ളേരാണ്. 4 സൈഡും കിടക്കുന്നത് സാറുമാർ കണ്ടല്ലേ. ആ ഒരു അവസ്ഥയെ നമ്മളിപ്പോൾ കഴിയാം. നമുക്ക് ആ ഭർത്താവിന് കൂലിപ്പണിയാണ്. അന്നുണ്ടെങ്കിൽ കൊണ്ടുവരും, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ വീടിന്റെ ചുറ്റുപാടും വൃത്തിഹീനമായ സാഹചര്യമാണ്. ഒപ്പം ഈ വീടിന്റെ അവസ്ഥ, അടുക്കള ഇതാണ്, കിടപ്പുമുറി ഇതാണ്, 2 പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് വസ്ത്രം മാറാൻ പോലും ഒരു ഇതുമില്ല. നമുക്കൊരു വസ്ത്രം മാറാൻ പറ്റുന്ന വെച്ചാൽ ഇത് അടച്ചാലും ഞാൻ ഈ ഒരു ഭാര്യയുടെ കർട്ടനാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇത് ഇട്ടിട്ടാണ് ഞാനാലും എൻ്റെ 2 മക്കളായാലും മാറുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക്. ചേച്ചി, എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് ചേച്ചി കിട്ടണം? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. വോട്ടിന് മാത്രം വരും. ആ റോഡ് ഒന്നിച്ച് വന്ന് കാണും. അറ്റകുറ്റപ്പണി അവർ ചെയ്യും. ആ വോട്ടിന്റെ കാര്യം കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഒരു മനുഷ്യരും വരത്തില്ല. ഇന്നിപ്പോൾ സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ചേച്ചിയുടെ അവസ്ഥ എന്താ? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു വസ്തു കിട്ടുകയാണെങ്കിലും ഒരു വസ്തു കിട്ടിയാൽ നമ്മൾ അതിനകത്ത് ചിലവാക്കാൻ എൻ്റെ കയ്യിലില്ല പൈസ. ഒരു വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയ്ക്കും നല്ലത്. എത്ര വർഷമായിട്ട് ചേച്ചി ഇവിടെ താമസിക്കും? ഞാനിവിടെ എനിക്ക് 35 വയസ്സുണ്ട്. 35 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ താമസിക്കുന്നത്. ഈ ഒരു ദുരിതം പേറി ഇത് രാജിയുടെ മാത്രം അവസ്ഥയല്ല. രാജിയെ പോലെയുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. എന്നാലും ഇവർ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളല്ല. ഇവരെ എന്ത് പേരിൽ വിളിക്കും? ദരിദ്രരാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? എന്തായാലും ഇവർ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടാത്തത് കൊണ്ട് ഇവർക്കൊരു സഹായവും ലഭിച്ചിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ഗോശാല റോഡരികിലെ അവരുടെ ആ ജീവിതം, ആ അരികു ജീവിതം നമ്മൾ അത് അധികൃതരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്.